ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, പെൺകുട്ടികൾ പുരുഷനിൽ നിന്നും മറച്ചു പിടിക്കുന്ന ചില രസകരമായിട്ടുള്ള രഹസ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ രഹസ്യങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് രഹസ്യം അല്ലെങ്കിൽ ഫസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്നത് സീക്രട്ട് ഷെയറിംഗ് ടു ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതായത് ഒരു പെൺകുട്ടി അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഒരു രഹസ്യം പറയാൻ വേണ്ടി പോകുവാണ്. ഇങ്ങനെ പറയാൻ പോകുന്ന ടൈമിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഒരു ലവറും ഉണ്ട്. സോ ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ ലവറിനോട് ഷെയർ ചെയ്യുമോ എന്നുള്ളൊരു പേടി എപ്പോഴും ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവൾ എന്തെങ്കിലുമൊക്കെ രഹസ്യം അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ഇങ്ങനെ ഷെയർ ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൈ പിടിച്ചിട്ട് സത്യമൊക്കെ ചെയ്യിക്കാറുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു രഹസ്യം നീ ഒരിക്കലും നിൻ്റെ ആ ലവറിനോട് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരാണെങ്കിൽ ഇങ്ങനെ അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് അല്ലെങ്കിൽ തലയിലൊക്കെ തൊട്ട് ഇങ്ങനെ സത്യമൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. ഈ ഒരു പെൺകുട്ടിക്ക് പേടിയാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്ന കൂടെ ഈ ഒരു രഹസ്യം കൂടി അങ്ങോട്ട് ഷെയർ ചെയ്ത് പോകുമോ എന്ന്. അപ്പോൾ ആദ്യം തന്നെ അവരിങ്ങനെ സത്യമൊക്കെ ചെയ്യിപ്പിക്കും. ഇതാണ് ഒന്നാമത്തെ ഒരു സീക്രട്ട്. ഇനി സെക്കൻഡ് സീക്രട്ട് എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ക്യൂട്ട്നെസ് ആണ്. അതായത് മറ്റുള്ളവർ അവളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ആദ്യം ആ ഒരു പെൺകുട്ടി നോക്കും. അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ കുറച്ച് ഓവറായിട്ട് ക്യൂട്ട്നെസ് ഒക്കെ ഈ ഒരു പെൺകുട്ടി കാണിക്കാൻ വേണ്ടി തുടങ്ങും. അതായത് ഇപ്പോൾ ഒരു ഫെദർ, അതായത് എന്തെങ്കിലും ഒരു പക്ഷിയുടെയോ എന്തെങ്കിലും ഒരു തൂവലൊക്കെ പറന്നു പോകുകയാണെങ്കിൽ അത് പിടിക്കാൻ പോകും. അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ തമാശ പറഞ്ഞിട്ട് അടുത്തുള്ള പെൺകുട്ടീനെ കെട്ടിപ്പിടിക്കും, ഇക്കിളി കൂട്ടും. അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു ബേബിയോ ഒരു കുഞ്ഞു വാവിനെയൊക്കെ കാണുവാണെങ്കിൽ ആ ഒരു കൊച്ചിനെ കൊഞ്ചിക്കാൻ പോകും. മറ്റുള്ളവർ നോക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഗേൾസും ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരാണ്. അതായത് ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ അവർ കാണിക്കും. ഇനി മൂന്നാമതായിട്ടുള്ള പെൺകുട്ടികളുടെ രഹസ്യം എന്ന് പറയുന്നത് ഫ്രണ്ട്സിന് റിലേഷൻഷിപ്പ് ഉണ്ട് എങ്കിൽ അവൾക്കും വേണം എന്നൊരു തോന്നൽ ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാകും. പക്ഷെ അത് ഓപ്പണായിട്ട് ആരോടും പറയില്ല. അതായത് ഈ ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനൊക്കെ ലവേഴ്സൊക്കെ ഉണ്ട്. ആ പെൺകുട്ടികളുടെ ലവേഴ്സ് ഇങ്ങനെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ ഇത് കാണുന്ന ഈ ഒരു പെൺകുട്ടിക്കും ഉള്ളിലൊരു ആഗ്രഹമൊക്കെ തോന്നും. എനിക്കും ഒരു ലവറൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ എനിക്കും ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കിട്ടിയേനെ, അല്ലെങ്കിൽ ഇപ്പം വേറെ ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ ഒരു കൂട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയൊക്കെ ആയേനെ എന്നുള്ളൊരു ആഗ്രഹം ഉള്ളിലൊക്കെ തോന്നും. പക്ഷെ ഇവർ എന്താണെങ്കിലും അത് ഓപ്പണായിട്ട് പുറത്ത് പറയത്തില്ല. ഉള്ളിൽ ആയിരിക്കും ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതാണ് മൂന്നാമതായിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ള രഹസ്യം. ഇനി നാലാമത്തെ രഹസ്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്നത് ഓൾവേസ് ബെസ്റ്റ് ആണ്. അതായത് മറ്റുള്ളവർ ഈ ഒരു പെൺകുട്ടീനെ എപ്പോൾ കണ്ടാലും നല്ല സുന്ദരിയായിട്ട് തന്നെ അവർക്ക് തോന്നണം എന്ന് ഈ ഒരു കുട്ടിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു കുട്ടീനെ ആരെവിടെ വെച്ച് കണ്ടാലും അവരൊക്കെ വിചാരിക്കണം, ഓ എന്തൊരു സുന്ദരിയാണ്, എന്ത് രസമാണ് കാണാൻ, കണ്ണെടുക്കാനേ തോന്നുന്നില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കണം, അങ്ങനെയൊക്കെ അവർ വിചാരിക്കണമെന്ന് ഈ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും. സോ രാവിലെയൊക്കെ, അതായത് പെൺകുട്ടികൾ ഇപ്പോൾ അത്യാവശ്യം എല്ലാവരും തന്നെ മേക്കപ്പ് ഇട്ട് നടക്കുന്നവരാണല്ലോ, മേക്കപ്പ് ഇല്ലാതെ നടക്കുന്നവരുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളും മേക്കപ്പൊക്കെ ഇഷ്ടപ്പെട്ട്, അതായത് മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അണിഞ്ഞ് ഒരുങ്ങി നടക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവരാണ്. അങ്ങനെ നടക്കുന്നത് തന്നെ മറ്റുള്ളവർ നോക്കിയിട്ട് വിചാരിക്കണം, ഓ എന്ത് ഭംഗിയാണ്, എന്ത് രസമാണ്. അവർക്കൊരു കോൺഫിഡൻസുമാണ് ഈ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത്. അത്യാവശ്യം ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളിൽ ഒരു കോൺഫിഡൻസ് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പിന്നെ ഈ രാവിലെയൊക്കെ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും പെൺകുട്ടികൾ ഒരിക്കലും ഇങ്ങനെ ഫോട്ടോസോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വീഡിയോ കോളൊക്കെ വിളിക്കുകയാണെങ്കിൽ മാക്സിമം അത് അറ്റൻഡ് ചെയ്യാതിരിക്കും. കാരണം ആ ഒരു ഫേസ് എന്ന് പറയുന്നത് ആരും കാണരുത്. മുടിയൊക്കെ അഴിഞ്ഞ് കിടക്കുകയായിരിക്കും. അതേപോലെ തന്നെ മേക്കപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഫേസ് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ചധികം മടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് രാവിലെ ഇങ്ങനെ ഉറക്കത്തിൽ ആരെങ്കിലുമൊക്കെ വീഡിയോ കോൾ വിളിക്കുകയാണെങ്കിൽ മാക്സിമം അവർ അറ്റൻഡ് ചെയ്യത്തില്ല. അവരെ എപ്പോഴും മറ്റുള്ളവർ നല്ല സുന്ദരിയായിട്ട് കാണണം എന്നാണ് അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇനി അഞ്ചാമതായിട്ടുള്ള പെൺകുട്ടികളുടെ രഹസ്യം എന്ന് പറയുന്നത്
ഓൾഡ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ്. അതായത് ഈ ഒരു പെൺകുട്ടിക്ക് പണ്ട് വേറെ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് ബ്രേക്കപ്പ് ഒക്കെ ആയി പോയി. ഇങ്ങനെ പോയി എങ്കിലും ആ ഒരു ലൈൻ പണ്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. വേറെ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോയിട്ടുണ്ടോ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു പെൺകുട്ടി എന്നെക്കാളും സുന്ദരിയാണോ? ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അവൾ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്ക്. ഇപ്പോൾ ഇൻസ്റ്റയൊക്കെ പബ്ലിക്കാണ് എങ്കിൽ അതെടുത്തിട്ട് നോക്കും. വേറെ റിലേഷൻഷിപ്പൊക്കെ ആയിട്ടുണ്ടോ, വേറെ പെൺകുട്ടിയുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ടോ, ഒന്നിൽ കൂടുതൽ ഒരു പെൺകുട്ടിയുടെ കൂടെ തന്നെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് എങ്കിൽ ഉറപ്പിക്കാമല്ലോ അത് ലവറായിരിക്കുമെന്ന്. അങ്ങനെയൊക്കെ ആ ഒരു പ്രൊഫൈലിലൊക്കെ കയറിയിട്ട് അവർ ചെക്ക് ചെയ്യും. പക്ഷേ ഈ ചെക്ക് ചെയ്യുന്ന കാര്യം ഒരിക്കലും അവരവരുടെ പാർട്ട്ണറിനോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ലവേഴ്സിനോടോ ഒന്നും പറയില്ല. അഥവാ പറഞ്ഞാലും ഫ്രണ്ട്സിനോട് പറയും. ഒരിക്കലും അവരുടെ ഒരു ലവർ, ഇപ്പോഴുള്ള ഒരു ലവർ അല്ലെങ്കിൽ പാർട്ട്ണർ ഇതൊരിക്കലും അറിയരുത് എന്നാണ് അവർ വിചാരിക്കുക. അതുകൊണ്ട് ഈ കാര്യം, ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും അവർ പറയില്ല. പക്ഷേ ചില പെൺകുട്ടികൾ പറയും, എനിക്ക് ഓൾറെഡി ഒരു ലവർ ഉണ്ടായിരുന്നു, ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ട്. അല്ലാതെ ഇപ്പോഴും ആ ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ അവരുടെ ഇപ്പോൾ ഉള്ള ലവേഴ്സിനോട് ഷെയർ ചെയ്യത്തില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കും നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് പെൺകുട്ടികളെ കുറിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള ചില രഹസ്യങ്ങളാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതുപോലെ കുറേ അധികം കാര്യങ്ങൾ ഇനി വേറെയുമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. ഇനി അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.